Hello students, welcome to another video of compressible fluid flow. In this video, we will be discussing the problems from module 1. First question, an aircraft is flying at a speed of 1000 km per hour. Calculate Mach number at sea level and at an altitude of 11,000 meter. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് 1000 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു എയർക്രാഫ്റ്റിൻ്റെ സീ ലെവലിലും അതേപോലെ 11,000 മീറ്റർ ആൾട്ടിറ്റ്യൂഡിലുള്ള മാഗ് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ മാഗ് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾക്ക് ഗിവൺ ഡാറ്റ എടുത്തെഴുതാം. ഇവിടെ വെലോസിറ്റി ഓഫ് എയർക്രാഫ്റ്റ് തന്നിട്ടുണ്ട്. അതിനെ സി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സി ഈക്വൽ ടു 1000 കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവർ എന്നുള്ള വാല്യൂവിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 277.78 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇവിടെ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ എയർ ആണ്. സോ എയറിൻ്റെ ഗാമയുടെ വാല്യൂവും അതേപോലെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആറിൻ്റെ വാല്യൂവും നമ്മൾ എഴുതണം. ചില പ്രോബ്ലംസിൽ അത് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് നേരിട്ട് എഴുതിയാൽ മതി. അതേ സമയത്ത് ഈ ഒരു പ്രോബ്ലത്തിൽ ഈ രണ്ട് വാല്യൂസും തന്നിട്ടില്ല. അപ്പോൾ ഈ രണ്ട് വാല്യൂസും നമ്മൾ എടുത്ത് എഴുതണം. ഓൾസോ വി ഹാവ് ഫോർ എയർ ഗാമ ഈക്വൽ ടു 1.4 ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആർ ഈക്വൽ ടു 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഈ രണ്ട് വാല്യൂസും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം പ്രോബ്ലംസിൽ തന്നിട്ടില്ലെങ്കിൽ ഇത് രണ്ടും നമ്മൾ എടുത്തെഴുതേണ്ടതാണ്. സോ ഗാമയുടെയും ആറിൻ്റെയും വാല്യൂ എടുത്തെഴുതി. ഇനി നമുക്ക് ആദ്യം മാഗ് നമ്പർ അറ്റ് സീ ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ഹെഡിങ് കൊടുത്തു, മാഗ് നമ്പർ അറ്റ് സീ ലെവൽ. നമുക്കറിയാം സീ ലെവലിൽ ആൽറ്റിറ്റ്യൂഡ് ഇസെറ്റ് എന്നുള്ളത് 0 മീറ്റർ ആണ്. 0 ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആൽറ്റിറ്റ്യൂഡിനെ ഇസെറ്റ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ പ്രോബ്ലംസ് മറ്റും സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് ഗ്യാസ് ടേബിൾ. അതിൽ ടേബിൾ 2-ൽ ഈ ആൽറ്റിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ വാല്യൂസ്, അതായത് എയറിൻ്റെ ടെമ്പറേച്ചർ വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും. അത് ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂസ് ഉണ്ട്, അതേപോലെ കെൽവിനിലുള്ള വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഗ്യാസ് ടേബിൾ എടുക്കുക. അതിൽ ടേബിൾ 2-ൽ ഇസെറ്റ് 0 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 288.15 കെൽവിൻ എന്നുള്ളത്. ഇനി ഇപ്പോൾ നമ്മൾക്ക് സീ ലെവലിലുള്ള ടെമ്പറേച്ചർ അറിയാം. അങ്ങനെയാണെങ്കിൽ സീ ലെവലിലുള്ള സൗണ്ടിൻ്റെ വെലോസിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സൗണ്ട് വെലോസിറ്റി എ ഈക്വൽ ടു റൂട്ട് ഗാമ ആർ ടി. ഇവിടെ ഗാമയും ആറും ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അതേപോലെ ടി എന്നുള്ളത് ടേബിൾ 2-ൽ നിന്ന് നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് റൂട്ട് ഓഫ് 1.4 ഇൻറ്റു 287 ഇൻറ്റു 288.15. ദാറ്റ് ഈസ് ഈക്വൽ ടു 340.26 മീറ്റർ പെർ സെക്കൻഡ്. അതായത് സീ ലെവലിൽ സൗണ്ടിൻ്റെ വെലോസിറ്റി ഏകദേശം 340.26 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മാഗ് നമ്പർ ആണ്. മാഗ് നമ്പർ എം ഈക്വൽ ടു സി ബൈ എ. സി എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റിൻ്റെ വെലോസിറ്റി, അത് ഗിവൺ ആണ് 277.78. എ എന്ന് പറഞ്ഞാൽ സീ ലെവലിലെ സൗണ്ട് വെലോസിറ്റി. സോ അത് 340.26 മീറ്റർ പെർ സെക്കൻഡ്. അതും നമ്മൾക്കറിയാം. രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 277.78 ഡിവൈഡഡ് ബൈ 340.26. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന മാഗ് നമ്പർ ആണ് 0.82. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് സീ ലെവലിലുള്ള ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ മാഗ് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് 11,000 മീറ്റർ ആൾട്ടിറ്റ്യൂഡിലുള്ള മാഗ് നമ്പറും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ഹെഡിങ് എഴുതാം, മാഗ് നമ്പർ അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 11,000 മീറ്റർ. നമ്മൾ നേരത്തെ ചെയ്ത പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനുവേണ്ടി ഗ്യാസ് ടേബിളിലെ ടേബിൾ 2-ലേക്ക് പോകാം. അതിൽ ഇസെറ്റ് 11,000 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിനിലുള്ള ടെമ്പറേച്ചർ വാല്യൂ എടുത്തെഴുതി. അതായത് 216.65 കെൽവിൻ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതണം. അതായത് ഗ്യാസ് ടേബിളിൽ നിന്നാണ് ഈ വാല്യൂ എടുത്തെഴുതി എന്നുള്ളത് നമ്മൾ കാണിക്കണം. ഈ വാല്യൂസ് എടുത്തെഴുതി അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ സൗണ്ട് വെലോസിറ്റി കണ്ടെത്തുകയാണ്. സൗണ്ട് വെലോസിറ്റി എ ഈക്വൽ ടു റൂട്ട് ഗാമ ആർ ടി. ഗാമയും ആറും നമുക്കറിയാം. ടി എന്നുള്ളത് ടേബിൾ വാല്യൂ എടുത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് കിട്ടുന്നതാണ് റൂട്ട് ഓഫ് 1.4 ഇൻറ്റു 287 ഇൻറ്റു 216.65. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 295.04 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 11,000 മീറ്റർ ആൾട്ടിറ്റ്യൂഡിലുള്ള സൗണ്ട് വെലോസിറ്റി 295.04 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 11,000 മീറ്ററിലുള്ള മാഗ് നമ്പർ കണ്ടെത്താനായിട്ട് മാഗ് നമ്പർ എം ഈക്വൽ ടു സി ബൈ എ. സി എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് വെലോസിറ്റി, എ എന്ന് പറഞ്ഞാൽ ഇവിടെ 11,000 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൗണ്ട് വെലോസിറ്റി. രണ്ട് വാല്യൂസ് നമുക്കറിയാം. വാല്യൂ എടുത്തെഴുതി 277.78 ഡിവൈഡഡ് ബൈ 295.04. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന മാഗ് നമ്പർ ആണ് 0.94. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് സീ ലെവലിലും അതേപോലെ 11,000 മീറ്റർ ആൾട്ടിറ്റ്യൂഡിലുള്ള മാഗ് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ മനസ്സിലാക്കേണ്ടത് ടേബിൾ 2 അതിൽ ആൾട്ടിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ നിങ്ങൾ ഗ്യാസ് ടേബിൾ വെച്ചൊന്ന് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, argon is stored in a reservoir at 282 Kelvin. Determine stagnation enthalpy and stagnation velocity of sound for gamma equal to 1.65 and molecular weight of argon is 39.94. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾക്ക് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിയും അതേപോലെ സ്റ്റാഗ്നേഷൻ വെലോസിറ്റി ഓഫ് സൗണ്ടുമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾക്ക് ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാം. ആദ്യമായിട്ട് ആർഗൺ ഈസ് സ്റ്റോർഡ് ഇൻ എ റിസർവോയർ അറ്റ് 282 കെൽവിൻ. അതായത് ഇവിടെ ഒരു ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതായത് ആർഗൺ സ്റ്റോർ ചെയ്തിരിക്കുന്ന റിസർവോയറിനുള്ളിലെ ടെമ്പറേച്ചറാണ് 282 കെൽവിൻ. ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് നമ്മൾ ഇനിയുള്ള പ്രോബ്ലംസും മറ്റും ചെയ്യുമ്പോൾ ഒരു ടാങ്കിനുള്ളിൽ അല്ലെങ്കിൽ ഒരു റിസർവോയറിനുള്ളിലുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. അതായത് അതിനുള്ളിലുള്ള പ്രോപ്പർട്ടീസ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ ഒരു റിസർവോയറിനുള്ളിലുള്ള ആർഗണിൻ്റെ ടെമ്പറേച്ചറാണ് 282 കെൽവിൻ. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. അതാണ് ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത്. ഈ നോട്ടായിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദി പ്രോപ്പർട്ടീസ് ഇൻസൈഡ് എ ടാങ്ക് ഓർ റിസർവോയർ മസ്റ്റ് ബി ടേക്കൺ ആസ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ്. അതായത് ഇനിയുള്ള പ്രോബ്ലംസിലും ഈ പ്രോബ്ലംസിലും നമ്മൾ എന്താ ചെയ്യുക, ഒരു റിസർവോയർ അല്ലെങ്കിൽ ടാങ്കിനുള്ളിലുള്ള പ്രോപ്പർട്ടീസ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആയിട്ട് അസ്യൂം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ T0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് 282 കെൽവിൻ. ഇനി നെക്സ്റ്റ് വൺ, ഗാമയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അതേപോലെ ആർഗണിൻ്റെ മോളിക്കുലർ വെയിറ്റും തന്നിട്ടുണ്ട്. അത് രണ്ടും എടുത്തെഴുതാം. ഗാമ ഈക്വൽ ടു 1.65 ആൻഡ് മോളിക്കുലർ വെയിറ്റ് ഓഫ് ആർഗൺ ഈക്വൽ ടു 39.94. ഇനി പ്രോബ്ലം ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഗാമയും ആറുമാണ്, അതായത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റുമാണ്. ഇവിടെ ഈ ഒരു ആർഗണിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആർ ഈക്വൽ ടു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് ആർഗൺ. ഇതിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 8314 ആണെന്നുള്ളത് നമുക്കറിയാം. മോളിക്കുലർ വെയിറ്റ് ഓഫ് ആർഗൺ ഇവിടെ തന്നിട്ടുണ്ട് 39.94. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 8314 ഡിവൈഡഡ് ബൈ 39.94. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് 208.16. അപ്പോൾ ഈ രീതിയിലാണ് ആർഗണിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഏതൊരു ഗ്യാസിൻ്റെയും ഈ രീതിയിൽ നമ്മൾക്ക് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് കണ്ടെത്താം. അതിനുള്ള ഇക്വേഷൻ ആണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഗ്യാസ്. ഇവിടെ ആർഗൺ ആണ്, സോ 39.94 ആണ് മോളിക്കുലർ വെയിറ്റ്. പക്ഷേ ഏതൊരു ഗ്യാസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആർ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് വാല്യൂ 8314 തന്നെയായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആർഗണിൻ്റെ ഗ്യാസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതേ ആർഗണിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്പെസിഫിക് ഹീറ്റ് CP ഈക്വൽ ടു ഗാമ ആർ ബൈ ഗാമ -1. ഈ ഇക്വേഷൻ പലപ്പോഴായിട്ട് നമ്മൾ ഡെറിവേഷനിലും മറ്റും ഉപയോഗിച്ചതാണ്. ഈ ഇക്വേഷൻ നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഇതിൽ ഗാമയും ആറും നമുക്കറിയാം. ഗാമ 1.65ഉം ആർ എന്ന് പറഞ്ഞാൽ 208.16 ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ CPയുടെ വാല്യൂ കിട്ടുന്നതാണ് 528.41 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് CPയും ആറും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവിടെ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സ്റ്റാഗ്നേഷൻ വെലോസിറ്റി ഓഫ് സൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സ്റ്റാഗ്നേഷൻ വെലോസിറ്റി ഓഫ് സൗണ്ട്, അതായത് A0 എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. A0 ഈക്വൽ റൂട്ട് ഗാമ ആർ T0. ഇതിൽ ഗാമയും ആറും T0യും നമ്മൾക്കറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് റൂട്ട് ഓഫ് 1.65 ഇൻറ്റു 208.16 ഇൻറ്റു 282. ദാറ്റ് ഈസ് ഈക്വൽ ടു 311.22 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ഗ്യാസ് ആർഗണിൻ്റെ സ്റ്റാഗ്നേഷൻ വെലോസിറ്റി ഓഫ് സൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിയാണ്, അതായത് H0. H0ൻ്റെ ഇക്വേഷൻ CP T0. CP എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് നമുക്കറിയാം. അതേപോലെ T0 പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. നമ്മൾ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കിട്ടുന്നതാണ് 528.41 ഇൻറ്റു 282. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ കിട്ടും 149011.62 ജൂൾ പെർ കിലോഗ്രാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് സ്റ്റാഗ്നേഷൻ വെലോസിറ്റി ഓഫ് സൗണ്ടും അതേപോലെ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിയും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an air jet at 300 Kelvin has sonic velocity. Determine the following: stagnation temperature and stagnation enthalpy, stagnation velocity of sound, stagnation to static pressure ratio,
ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട്, മാക്സിമം വെലോസിറ്റി ഓഫ് സൗണ്ട്, ക്രോക്കൻ നമ്പർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 6 കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തെഴുതാം. ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ 300 കെൽവിൻ, അതിവിടെ എഴുതിയിട്ടുണ്ട്. ഈ ടെമ്പറേച്ചർ ടി സ്റ്റാർ എന്ന് എഴുതാനുള്ള കാരണം ഞാൻ പിന്നീട് പറയാം. ഇനി ഇവിടെ തന്നിരിക്കുന്ന മറ്റൊരു കാര്യമാണ് സോണിക് വെലോസിറ്റി. അതായത് ഇവിടെ എയർ ജെറ്റിൻ്റെ വെലോസിറ്റി എന്താണ്, സോണിക് വെലോസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എയർ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയും സൗണ്ടിൻ്റെ വെലോസിറ്റിയും ഈക്വൽ ആകുമ്പോഴാണ് സോണിക് വെലോസിറ്റി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മാക് നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ സോണിക് വെലോസിറ്റി ആയതുകൊണ്ട് മാക് നമ്പർ ഈക്വൽ ടു 1. ഇനി എന്തുകൊണ്ട് ടി സ്റ്റാർ? നമുക്കറിയാം മാക് നമ്പർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഉള്ള സ്റ്റേറ്റ് ആണ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ്. അവിടെയുള്ള പ്രോപ്പർട്ടീസിനെ ക്രിട്ടിക്കൽ പ്രോപ്പർട്ടീസ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ക്രിട്ടിക്കൽ പ്രോപ്പർട്ടീസിനെ സ്റ്റാർ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഈ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. കാരണം ഇവിടെ മാക് നമ്പർ ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ടാണ് ഇതിനെ ടി എന്നും ടി സ്റ്റാർ എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ടി സ്റ്റാർ ഈക്വൽ ടു 300 കെൽവിൻ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി എയറിൻ്റെ ഗാമയുടെ വാല്യൂവും അതേപോലെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂവും നമുക്കറിയണം. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ അത് തന്നിട്ടില്ല. സോ 2 വാല്യൂസ് നമ്മൾ എടുത്തെഴുതാം. ഗാമ ഈക്വൽ ടു 1.4 ആൻഡ് ആർ ഈക്വൽ ടു 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഈ 2 വാല്യൂസും നല്ല രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ആദ്യം കണ്ടെത്തേണ്ട കാര്യങ്ങളിലേക്ക് പോകാം. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആൻഡ് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി. ഹെഡിങ് എഴുതി സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആൻഡ് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി. നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ നമ്മൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്നുള്ള ഭാഗത്ത് പഠിച്ചതാണ്. T0/T ഈക്വൽ ടു 1 പ്ലസ് ഗാമ മൈനസ് 1/2 എം സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ T0 ഈക്വൽ ടു T ഇൻറ്റു 1 പ്ലസ് ഇവിടെ 1 ഉണ്ട് 1 പ്ലസ് ഗാമ മൈനസ് 1/2 എം സ്ക്വയർ എന്നുള്ള രീതിയിൽ വരും. ഇതിൽ ടി നമ്മൾക്കറിയാം, എം അറിയാം, ഗാമ അറിയാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് 300 ഇൻറ്റു ടി നമുക്കറിയാം ടി സ്റ്റാർ തന്നെയാണ് 300 1 പ്ലസ് ഇവിടെ 1 ഉണ്ട് 1 പ്ലസ് ഗാമയുടെ വാല്യൂ 1.4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എം എന്ന് പറഞ്ഞാൽ മാക് നമ്പർ അത് 1 ആണ്, ഇവിടെ 1 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ T0ൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നതാണ് 360 കെൽവിൻ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി. സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതിന് മുന്നേയുള്ള പ്രോബ്ലത്തിൽ പറഞ്ഞതാണ്. H0 ഈക്വൽ ടു CP T0. ഇതിൽ CP എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ്, T0 എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. ഇതിൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T0 നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. CP എന്നുള്ളത് ഈ ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടില്ല. ഇവിടെ എയർ ആണ് മീഡിയം. സോ CPയുടെ വാല്യൂ നമ്മൾക്ക് ഓർത്ത് വെച്ചാൽ മതി, അത് 1005 ആണ്. അതേസമയത്ത് വേറെ ഏതെങ്കിലും ഗ്യാസ് ആണെങ്കിൽ നമ്മൾ ഗാമ ആർ ബൈ ഗാമ മൈനസ് 1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടത്. അതായത് ഞാൻ എഴുതാം ഇക്വേഷൻ CP ഈക്വൽ ടു ഗാമ ആർ ബൈ ഗാമ ആർ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഇതിന് മുന്നേ ഉള്ള പ്രോബ്ലത്തിൽ നമ്മൾ ആർഗണിൻ്റെ CPയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതായത് ഇക്വേഷൻ എഴുതിയാണ് ഗാമ ആർ ബൈ ഗാമ മൈനസ് 1. ഇവിടെ എയർ ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ നമ്മൾക്ക് അറിയാവുന്നതാണ്, അത് 1005 ആണ്. സോ എയർ ആണെങ്കിൽ ഈ രീതിയിൽ ഇക്വേഷൻ ഉപയോഗിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട, ഈ വാല്യൂ ഓർത്ത് വെച്ചാൽ മതി. 1005 ഇൻറ്റു 360 T0 ആണ്. അങ്ങനെയാണെങ്കിൽ H0ൻ്റെ വാല്യൂ കിട്ടുന്നതാണ് 361800 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും അതേപോലെ സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിയും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് പാർട്ട് സ്റ്റാഗ്നേഷൻ വെലോസിറ്റി ഓഫ് സൗണ്ട്. ഇതും നമ്മൾ ഇതിനു മുന്നേ ചെയ്ത പ്രോബ്ലത്തിലെ സെയിം ഇക്വേഷൻ ആണ്. A0 ഈക്വൽ റൂട്ട് ഗാമ ആർ T0. വാല്യൂ എല്ലാം നമുക്കറിയാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൂട്ട് ഓഫ് 1.4 ഇൻറ്റു 287 ഇൻറ്റു 360 ദാറ്റ് ഈസ് ഈക്വൽ ടു 380.33 കെൽവിൻ. നെക്സ്റ്റ് വൺ സ്റ്റാഗ്നേഷൻ ടു സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ. സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ P0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതേസമയത്ത് സ്റ്റാറ്റിക് പ്രഷറിനെ P എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സ്റ്റാഗ്നേഷൻ ടു സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ എന്തായിരിക്കും? P0/P. ഇതിനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തതാണ്, നമുക്കറിയാവുന്നതാണ്. P0/P ഈക്വൽ ടു 1 പ്ലസ് ഗാമ മൈനസ് 1/2 എം സ്ക്വയർ ഓൾ റേസ് ടു ഗാമ ബൈ ഗാമ മൈനസ് 1. ഇതിൽ എം, ഗാമ എന്നീ വാല്യൂസ് നമുക്കറിയാം, വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ കിട്ടുന്നതാണ് 1 പ്ലസ് 1.4 മൈനസ് 1/2 1 സ്ക്വയർ ഓൾ റേസ് ടു 1.4 ഡിവൈഡഡ് ബൈ 1.4 മൈനസ് 1. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ 1.89. അതായത് സ്റ്റാഗ്നേഷൻ ടു സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ നമുക്ക് കിട്ടുന്നതാണ് 1.89. നെക്സ്റ്റ് വൺ ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട്. ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡിനുള്ള ഇക്വേഷൻ നമ്മൾ തിയറി പോർഷനിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷനാണ് C സ്റ്റാർ ഈക്വൽ ടു A സ്റ്റാർ ഈക്വൽ ടു റൂട്ട് ഗാമ ആർ T സ്റ്റാർ. ഇതിൽ ഗാമ ആർ T സ്റ്റാർ നമ്മൾ ഓൾറെഡി പറഞ്ഞു,
ഇവിടെ മാക് നമ്പർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് തന്നിരിക്കുന്ന ടെമ്പറേച്ചർ ടി സ്റ്റാർ തന്നെയാണ്. ആ വാല്യൂ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റൂട്ട് ഓഫ് 1.4 ഇൻറ്റു 287 ഇൻറ്റു 300 ദാറ്റ് ഈസ് ഈക്വൽ ടു 247.19 കെൽവിൻ. അപ്പോൾ ഈ രീതിയിലാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്താണ് ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ്? മാക് നമ്പർ 1 ആകുമ്പോൾ ഉള്ള വെലോസിറ്റി ഓഫ് സൗണ്ട് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡിനെയാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയാം. ഇവിടെ മാക് നമ്പർ ഈക്വൽ ടു 1 ആണ്. സോ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ ടി സ്റ്റാർ തന്നെയാണ്, അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ തന്നെയാണ്. അതാണ് ഇവിടെ ടി സ്റ്റാറിൻ്റെ സ്ഥാനത്തേക്ക് 300 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി നെക്സ്റ്റ് വൺ മാക്സിമം വെലോസിറ്റി. മാക്സിമം വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സി മാക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h0. ഇത് h0 ആണ്. ഇതിൽ h0 നമ്മൾക്ക് ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു 361800. ഈ h0 എന്നുള്ള വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ സി മാക്സ് കിട്ടുന്നതാണ് 850.64 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാക്സിമം വെലോസിറ്റിയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ ക്രോക്കോ നമ്പർ. ക്രോക്കോ നമ്പറിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞതാണ് സി ബൈ സി മാക്സ്, അതായത് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ടു ദി മാക്സിമം വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ്. സിയും സി മാക്സും നമ്മൾക്കറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 347.19 ഡിവൈഡഡ് ബൈ 850.61. അങ്ങനെയാണെങ്കിൽ 0.408 എന്നുള്ള രീതിയിൽ നമുക്ക് ക്രോക്കോ നമ്പറും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സി എന്നുള്ള വാല്യൂ സി സ്റ്റാർ തന്നെയാണ്. എന്താ കാര്യം? ഇവിടെ മാക് നമ്പർ ഈക്വൽ ടു 1 ആണ്. സോ സിയും സി സ്റ്റാറും എ സ്റ്റാറും എയും ഈ 4 കാര്യങ്ങൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന 347.19 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട് തന്നെയാണ്. കാരണം മാക് നമ്പർ ഈക്വൽ ടു 1 ആണെങ്കിൽ സിയും സി സ്റ്റാറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 347.19 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ പ്രൊജക്ടൈൽ ട്രാവലിംഗ് ഇൻ എയർ the Mach angle is found to be 30 degree. Determine velocity of projectile if the temperature of air is -8 degree Celsius. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എയറിലൂടെ മൂവ് ചെയ്യുന്ന ഒരു പ്രൊജക്ടൈൽ മേക്ക് ചെയ്യുന്ന മാക് ആംഗിൾ തന്നിട്ടുണ്ട്. അത് 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രൊജക്ടൈലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി നമ്മൾ കണ്ടെത്തണം. ഇനി എയറിൻ്റെ ടെമ്പറേച്ചർ കൂടി തന്നിട്ടുണ്ട്. അത് -8 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ ഡാറ്റാസ് എഴുതാം. ആദ്യത്തേത് മാക് ആംഗിൾ, അതിനെ ആൽഫ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അത് 30 ഡിഗ്രി. ഇനി ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് ടി ഈക്വൽ ടു -8 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 265 കെൽവിൻ എന്നുള്ളതും കിട്ടും. ഇനി നമുക്കിവിടെ വെലോസിറ്റി ഓഫ് പ്രൊജക്റ്റൈലാണ് കണ്ടെത്തേണ്ടത്. ആദ്യം നമുക്ക് വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടെത്താം. അതിന് ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. എ ഈക്വൽ റൂട്ട് ഗാമ ആർ ടി. ഇവിടെ ഗാമയും ആറും എയർ ആണ്. സോ ഗാമയും ആറും ഇവിടെ തന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എടുത്തെഴുതണം. ഗാമ 1.4ഉം ആറ് എന്ന് പറഞ്ഞാൽ 287 ആണ്. വാല്യൂസ് എഴുതി. ഗാമ 1.4, ആറ് 287, ടി തന്നിട്ടുണ്ട് 265. അത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ നമുക്ക് കിട്ടി 326.31 കെൽവിൻ. അപ്പോൾ ഇതാണ് ഈ -8 ഡിഗ്രി സെൽഷ്യസിലുള്ള എയറിലെ സൗണ്ടിൻ്റെ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. മാക് ആംഗിൾ പഠിച്ചപ്പോൾ സൈൻ ആൽഫ ഈക്വൽ ടു 1/m. ഓക്കെ, സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞാൽ മാക് ആംഗിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/m. ഈ ഒരു ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ മാക് നമ്പർ ഈക്വൽ ടു 1/sin ആൽഫ എന്ന് വരും. നമുക്ക് എം എന്നുള്ളത് c/a എന്ന് എഴുതാം. സോ c/a ഈക്വൽ ടു 1/sin ആൽഫ. നമ്മൾക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ദി പ്രൊജക്റ്റൈലാണ്. അതായത് സി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിനാണ് ഇങ്ങനെ നമ്മൾ ചെയ്തത്. സോ സി ഈക്വൽ ടു എന്ത് വരും? a ഇൻറ്റു 1/sin ആൽഫ എന്ന് വരും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സി ഈക്വൽ ടു a ഇൻറ്റു 1/sin ആൽഫ. എ എന്നുള്ളത് സൗണ്ട് വെലോസിറ്റി, അത് നമ്മൾ കണ്ടെത്തി. അതാണ് ഇവിടെ കിടക്കുന്നത് 326.31. അതേപോലെ ആൽഫ എന്നുള്ളത് 30 ഡിഗ്രി, അത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഈ രണ്ട് വാല്യൂസും ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 326.31 ഇൻറ്റു 1/sin30, ദാറ്റ് ഈസ് ഈക്വൽ ടു 652.62. അപ്പോൾ ഈ രീതിയിലായിരിക്കും എന്ത് ഈ ഒരു പ്രൊജക്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു ബോഡിയുടെ വെലോസിറ്റി.